വ്യക്തമാവുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ ഏകീകൃത അന്വേഷണം എന്ന വാർത്ത വരുന്നു. രണ്ടാം കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച സംഘത്തിന്റെ കീഴിലേക്ക് ആദ്യ കേസ് മാറ്റി. പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ AIG ജി പൂങ്കുഴലിക്കാണ് 2 കേസുകളുടെയും അന്വേഷണ ചുമതല. ഷഫീദ് റാവുത്തർ വീണ്ടും ചെയ്തു. ഷഫീദ്, പിന്നെ ഗുഡ് മോർണിംഗ്. അതായത് ഈ ആദ്യ കേസ് അന്വേഷണത്തിൽ ചില്ലറ അതൃപ്തിക്കുള്ള വകുപ്പുണ്ട്. കാരണം രാഹുലിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. 15-ാം നാൾ രാഹുൽ പാലക്കാട് പൊങ്ങി. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന നാണക്കേടുണ്ട്. ആ കേസിൽ വിവരങ്ങൾ ചോർന്നുവെന്ന ആരോപണം ആ സമയത്ത് കേട്ടിരുന്നു. അതൊക്കെ ഒരു കാരണമാവുന്നുണ്ടോ? അതോ ഷഫീദ്, മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നത് ഇനിയും ഇതിനേക്കാൾ വലുത് വന്നേക്കാം എന്ന് മുഖ്യമന്ത്രി ചുമ്മാ പറയത്തില്ലോ. മുഖ്യമന്ത്രി ചില ഇന്റലിജൻസ് കിട്ടിയ അടിസ്ഥാനത്തിലാകുമ്പോൾ പറയാം. കൂടുതൽ കേസുകൾ രാഹുലിനെതിരെ വരുമെന്ന് കരുതപ്പെടുന്നുണ്ടോ ഷഫീദ്? ഹാഷ്മി, ഉറപ്പായിട്ടും ചില പ്രത്യേക കേസുകൾ, അതായത് ചില ഗൗരവ സ്വഭാവത്തിലുള്ള കേസുകൾ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ചില സൂചനകൾ പോലീസ് ആസ്ഥാനത്തൊക്കെ നേരത്തെ തന്നെ ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ അതടക്കമുള്ള കേസുകൾ കൈകാര്യം ചെയ്യണം. നിലവിലിപ്പോൾ നമുക്കറിയാം, അതിജീവിത ആദ്യം നൽകിയ ബലാത്സംഗ ഭ്രൂണഹത്യ കേസ് അന്വേഷിച്ചത് തിരുവനന്തപുരം സിറ്റി പോലീസ് ആയിരുന്നു. ആ അന്വേഷണത്തോട് കാര്യമായ അതൃപ്തി ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും സുപ്രധാനം, ആദ്യ അന്വേഷണത്തിൽ വിവരങ്ങൾ ചോർന്നതായി ആക്ഷേപവും പരാതിയും ഒക്കെ ഉണ്ട്. അത് പോലീസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു അഭിഭാഷകയൊക്കെ വഴി രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാനുള്ള കാരണം അതാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് അത്രയധികം ദിവസം കിട്ടിയിട്ടും പിടികൂടാൻ കഴിയാത്തതിലും സംശയങ്ങളും അതൃപ്തിയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസിൽ നിന്ന് ഈ അന്വേഷണം എടുത്തു മാറ്റിയത്. രണ്ടാമത്തെ കേസ് വന്നപ്പോൾ രണ്ടാമത്തെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ആയിരുന്നു. AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമായിരുന്നു രണ്ടാമത്തെ കേസ് അന്വേഷിച്ചത്. ആ സംഘത്തിന് തന്നെ ആദ്യത്തെ കേസും കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസുകൾ, പീഡന കേസുകൾ ഒരൊറ്റ സംഘമായിരിക്കും അന്വേഷിക്കുക. അത് AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം, അതിന്റെ മേൽനോട്ടം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നേരിട്ടായിരിക്കും. ഇനി പുതിയ കേസുകൾ വന്നാലും ഈ പുതിയ സംഘത്തിൽ തന്നെയായിരിക്കും അന്വേഷണ ചുമതല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഒരു ഏകീകൃത സ്വഭാവത്തിൽ ഈ അന്വേഷണം നടക്കണം. പുതിയ കേസുകൾ വരുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി കൂടിയാണ് നിലവിൽ ഇങ്ങനെ ഒരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസ് തലപ്പത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും പുതിയ കേസുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് നിലവിലിപ്പോൾ AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അത് മുന്നോട്ട് പോകുന്നത്. ഹഷ്മി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.